ഹായ് കൂട്ടുകാരെ, തക്കാളി ഉപയോഗിച്ച് ഒരു നാച്ചുറലായിട്ടുള്ളൊരു ഫേഷ്യൽ എങ്ങനെ നമുക്ക് വീട്ടിൽ ചെയ്യാമെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. അത് മിക്സിയിലിട്ട് നല്ലതുപോലെ അടിച്ച് അതിൻ്റെ നീരരിച്ചെടുത്ത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് സ്കിന്നൊന്ന് സ്റ്റീം ചെയ്ത് കൊടുക്കണം. അതിനുവേണ്ടി ചെറു ചൂടുവെള്ളത്തിൽ ഇതുപോലെ കോട്ടൺ മുക്കി നല്ലതുപോലെ സ്റ്റീം ചെയ്ത് കൊടുക്കാം. സ്കിന്നിൻ്റെ പോർസൊക്കെ ഓപ്പണായി നല്ല ബ്ലഡ് സർക്കുലേഷൻ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. മുഖക്കുരു ഒക്കെ ഉള്ളവർക്ക് ഇങ്ങനെ സ്റ്റീം ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഇനി നമ്മൾ അടുത്തതായിട്ട് ക്ലെൻസിങ് ആണ് ചെയ്യുന്നത്. അതിനുവേണ്ടി 2 സ്പൂൺ പാലും 2 സ്പൂൺ തക്കാളി നീരും എടുത്തിട്ടുണ്ട്. അത് നല്ലതുപോലെ മിക്സ് ചെയ്ത് നമുക്കൊരു കോട്ടൺ ഉപയോഗിച്ച് സ്കിന്നിലേക്ക് അപ്ലൈ ചെയ്യാം. നമുക്കറിയാം, തക്കാളി നല്ലൊരു ബ്ലീച്ചിങ് ഏജൻ്റാണ്. അതേപോലെ പാല് നമ്മുടെ മുഖത്തിന് തിളക്കം നൽകാൻ സഹായിക്കുന്ന ഒന്നാണ്. അപ്പോൾ നമുക്ക് ഇതേപോലെ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഫേസിലോ കയ്യിലോ എവിടാ നിങ്ങൾക്ക് കളർ വേണ്ടത്, കുറച്ച് കളർ കുറവാണെന്നൊക്കെ ഉള്ളവർക്ക് കയ്യിലാണെങ്കിലും ഫേസിലാണെങ്കിലും നമുക്ക് ഇതുപോലെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി 15 മിനിറ്റിന് ശേഷം നമ്മൾ നോർമൽ വാട്ടറിൽ ഇതേപോലെ തുടച്ചെടുക്കണം. എപ്പോഴും ഇതുപോലൊരു തുണി ഇട്ട് നമ്മൾ കഴുകി മാറ്റുന്നതിനേക്കാളും നല്ലത് എപ്പോഴും ഇതുപോലൊരു തുണി ഉപയോഗിച്ച് തുടച്ച് മാറ്റുന്നത് തന്നെയാണ് നല്ലത്. എനിക്കിങ്ങനെ ചെയ്തപ്പോൾ വളരെ നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. ഇനി നമുക്ക് സ്ക്രബും മസാജും കൂടി നമ്മൾ ഒരുമിച്ചാണ് ചെയ്യുന്നത്. അതിനുവേണ്ടി നമ്മൾ പഞ്ചസാരയും കടലമാവും ആണ് എടുത്തിരിക്കുന്നത്. പഞ്ചസാരയ്ക്ക് തരി കൂടുതലാണെങ്കിൽ നമ്മളതിൻ്റെ തരിയൊക്കെ കുറച്ചൊന്ന് മിക്സിയിലിട്ട് പൊടിച്ച് കുറച്ചിട്ട് വേണം നമ്മൾ പഞ്ചസാര എടുക്കാൻ. നമ്മളത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഒരു തക്കാളിയുടെ പകുതി മുറി വേണം. നമ്മൾ സ്ക്രബും മസാജും കൂടി ഒരുമിച്ചാണ് ചെയ്യുന്നത്. വളരെ സോഫ്റ്റായിട്ട് ചെയ്താൽ മതി. സർക്കുലർ മോഷനിൽ ഇതേപോലെ മസാജ് ചെയ്ത് കൊടുക്കാം. നമുക്കറിയാം, പഞ്ചസാര നല്ലൊരു സ്ക്രബ്ബറാണ്. അതേപോലെ കടലമാവ് സ്കിന്നിന് വളരെ കളറൊക്കെ കൂടാനൊക്കെ വളരെ ഹെൽപ്പ് ചെയ്യുന്നൊരു സാധനമാണ് കടലമാവ്. നമുക്ക് ഇത് മൂന്നും ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് സ്ക്രബും മസാജും ചെയ്യാം. മുഖക്കുരു ഉള്ളവർക്ക് വളരെ നല്ലൊരു ഫേഷ്യലാണ്. ഒരാഴ്ചയിൽ ഒരു 1 or 2 വട്ടം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ മുഖക്കുരുവിന് നല്ല മാറ്റം ഉണ്ടാവും. ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ നല്ലതുപോലെ റിമൂവ് ആവാൻ ഇത് സഹായിക്കും. ഇനി നമുക്ക് പായ്ക്ക് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 3 സ്പൂൺ തക്കാളി നീര്, 1 സ്പൂൺ തൈര്, ഒരു 3-4 തുള്ളി തേൻ, ഒരു 2 സ്പൂൺ അരിപ്പൊടി, ഇത്രയും ഇട്ട് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതാണ് നമ്മൾ അവസാനം ഇടുന്ന പായ്ക്ക്. പായ്ക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമുക്കറിയാം, വളരെ നല്ല സാധനങ്ങളാണ് ഇതിൽ ചേർന്നേക്കുന്നത്. തേനാണെങ്കിൽ നല്ലൊരു ആൻറ്റി ബാക്ടീരിയലാണ്. അതുപോലെ സ്കിന്നിനെ നല്ല സോഫ്റ്റ് ആക്കാനും ഇത് സഹായിക്കും. പിന്നെ അരിപ്പൊടി സ്കിന്നിന് നല്ല കളർ തരാൻ സഹായിക്കുന്ന ഒന്നാണ് അരിപ്പൊടി. അതേപോലെ കടലമാവ് നമുക്കറിയാം പിമ്പിൾസിനെ തടയാൻ എല്ലാം സഹായിക്കും. കടലമാവും അരിപ്പൊടിയൊക്കെ അതേപോലെ മുഖക്കുരുവിനെ തടയാൻ പറ്റിയ നല്ല 2 സാധനങ്ങളാണ് കടലമാവും അരിപ്പൊടിയും. കണ്ടോ, സ്കിൻ നല്ല ബ്രൈറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്.
ഇത് മുഖക്കുരു ഉള്ളവർക്കാണ് ഏറ്റവും എഫക്റ്റീവ്. അതുപോലെ ആഴ്ചയിൽ 2 വട്ടം ചെയ്യുകയാണെങ്കിൽ സ്കിന്നിന് നല്ലൊരു ഗ്ലോയും നാച്ചുറലായിട്ടുള്ളൊരു ഗ്ലോ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും കമൻറ്റ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.